ഹായ് ഫ്രണ്ട്സ്, ഗ്രേസ് മാർക്കിൻ്റെ കാര്യം ഒത്തിരി കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സർക്കുലർ വന്നിട്ടുണ്ട്. അതായത് അക്കാദമിക് നിലവാരം പുലർത്തുന്ന കുട്ടികളെക്കാൾ ഗ്രേസ് മാർക്ക് കൊണ്ട് മുന്നോട്ട് കുട്ടികൾ വരുന്നതിനെതിരെയുള്ള ഒരുപാട് പരാതികളുണ്ട്. അതൊക്കെ പരിഹരിച്ചു കൊണ്ടുള്ളൊരു ഗ്രേസ് മാർക്കാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് ഗ്രേസ് മാർക്ക് ലിമിറ്റ് ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതലേ നമ്മൾ അറിയുന്നുണ്ട്. 90% കൂടുതൽ ഗ്രേസ് മാർക്ക് 90% വരെ മാർക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടേ ഗ്രേസ് മാർക്ക് പരിഗണിക്കുകയുള്ളൂ എന്ന്. അതായത് A+ വരെ എത്താൻ, അല്ലാതെ ഫുൾ മാർക്കിലേക്കൊന്നും ഗ്രേസ് മാർക്ക് പരിഗണിക്കപ്പെടില്ല എന്നുള്ള കാര്യമൊക്കെ പരിഗണിച്ചു കൊണ്ടുള്ളതാണ്. ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നോക്കാം. കേരള സ്കൂൾ കലോത്സവം, കേരള സ്കൂൾ ശാസ്ത്രോത്സവം, സംസ്ഥാന ശാസ്ത്ര സെമിനാർ, സംസ്ഥാന CV രാമൻ ഉപന്യാസ മത്സരം, സംസ്ഥാനതല ശ്രീനിവാസ രാമാനുജൻ മെമ്മോറിയൽ പേപ്പർ പ്രസൻറ്റേഷൻ, ഇതിനെല്ലാം A ഗ്രേഡ് കിട്ടിയാൽ 20 മാർക്ക്, B ഗ്രേഡിന് 15 മാർക്ക്, C ഗ്രേഡിന് 10 മാർക്ക് എന്നിങ്ങനെയാണ് തീരുമാനം. സംസ്ഥാനതല വാർത്താ വായനാ മത്സരം, സംസ്ഥാനതല ഭാസ്കരാചാര്യ സെമിനാർ, സംസ്ഥാനതല ടാലൻറ്റ് സെർച്ച് സംസ്ഥാനതല ടാലൻറ്റ് സെർച്ച് ഗണിതശാസ്ത്രം, സംസ്ഥാനതല ടാലൻറ്റ് സെർച്ച് സാമൂഹ്യശാസ്ത്രം, ഇതിനെല്ലാം പ്രത്യേകിച്ച് 1, 2, 3 സ്ഥാനം നിശ്ചയിച്ച് നൽകുന്ന ഇനങ്ങൾക്ക് 20 മാർക്ക്, 17 മാർക്ക്, 14, അതായത് 1-ാം സ്ഥാനത്തിന് 20 മാർക്ക്, 2-ാം സ്ഥാനത്തിന് 17 മാർക്ക്, 3-ാം സ്ഥാനത്തിന് 14 മാർക്ക് എന്നിങ്ങനെയാണ്. സ്പെഷ്യൽ സ്കൂൾ കലോത്സവം A ഗ്രേഡ് 25 മാർക്ക്, B ഗ്രേഡ് 20 മാർക്ക്, C ഗ്രേഡ് 15 മാർക്ക്. ജൂനിയർ റെഡ് ക്രോസിന് 10 മാർക്കാണ്, JRCക്ക് 10 മാർക്കാണ് കിട്ടുക ഹൈസ്കൂളിൽ, അതായത് 10ാം ക്ലാസ്സിൻ്റെ. SPCക്ക് 20 മാർക്ക്. മുന്നേ ഒക്കെ ഈ SPCക്ക് 60 മാർക്ക് വരെയൊക്കെ ഹയർ സെക്കൻഡറിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അതാണ് ഇപ്പം 20 മാർക്കായി ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. സംസ്ഥാന ബാലശാസ്ത്ര കോൺഗ്രസ് A ഗ്രേഡ് 20, B ഗ്രേഡ് 15, C ഗ്രേഡ് 10. ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസ് ദേശീയ തലത്തിൽ പങ്കെടുത്തവർക്ക് 25 മാർക്കുണ്ട്. ശ്രദ്ധിക്കുക, ദേശീയ തലത്തിൽ പങ്കെടുത്താൽ 25 മാർക്കുണ്ട്. അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് 80% ഹാജർ ഉൾപ്പെടെയുള്ള പങ്കാളിത്തത്തിന് 25 മാർക്കാണ്. ഹയർ സെക്കൻഡറി വിഭാഗം, രാജ്യ പുരസ്കാർ, ചീഫ് മിനിസ്റ്റർ ഷീൽഡ് എന്നിവർക്ക് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 40 മാർക്ക്. അതായത് ജസ്റ്റ് സ്കൗട്ട് ആൻഡ് ഗൈഡിൽ 80% അറ്റൻഡൻസോട് കൂടി നിന്നാൽ 25 മാർക്സേ ഉള്ളൂ. അതേസമയം CM ഷീൽഡ്, അതായത് ഹയർ സെക്കൻഡറിയിൽ CM ഷീൽഡാണ്, ചീഫ് മിനിസ്റ്റർ ഷീൽഡാണ്. ഹൈസ്കൂൾ വരുമ്പോൾ രാജ്യ പുരസ്കാർ ഒക്കെയാണ്. അങ്ങനെ അത് നേടിയവർക്ക് 40 മാർക്ക് കിട്ടും. അല്ലാതെ പങ്കാളിത്തത്തിന് 25 ഉള്ളൂ. മുന്നേ പങ്കാളിത്തത്തിന് 36 ഉണ്ടായിരുന്നു. അതുപോലെ CM ഷീൽഡിനൊക്കെ 60 മാർക്കൊക്കെ ഉള്ളതാണ് ഇപ്പം 40ആയി ലിമിറ്റ് ചെയ്തത്. രാഷ്ട്രപതി സ്കൗട്ട് ആൻഡ് ഗൈഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് 50 മാർക്കുണ്ട്. രാഷ്ട്രപതി ലെവലിലേക്ക് എത്തിയ സ്കൗട്ട് ആൻഡ് ഗൈഡിന് ഹയർ സെക്കൻഡറിൽ 50 മാർക്കുണ്ട്. ഹൈസ്കൂൾ വിഭാഗമാണെങ്കിൽ 80% ഹാജർ ഉൾപ്പെടെയുള്ള പങ്കാളിത്തത്തിന് സ്കൗട്ട് ആൻഡ് ഗൈഡ് 18 മാർക്കേ ഉള്ളൂ. ഹയർ സെക്കൻഡറിക്കാണ് 25, അതായത് 10ാം ക്ലാസ്സിന് 80% അറ്റൻഡൻസോട് കൂടിയുള്ള സ്കൗട്ട് ആൻഡ് ഗൈഡ് പങ്കാളിത്തത്തിന് 18 മാർക്കേ ഉള്ളൂ. രാജ്യപുരസ്കാർ കിട്ടുവാണെങ്കിൽ 20 മാർക്കേ ഉള്ളൂ. എന്നാൽ ഹയർ സെക്കൻഡറി രാജ്യപുരസ്കാറിന് 40 മാർക്കുണ്ട്. രാഷ്ട്രപതി അവാർഡ് നേടിയവർക്ക് 25 മാർക്ക്. അതായത് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡ് 18 മാർക്ക്, അല്ലാതെ രാജ്യപുരസ്കാർ കിട്ടിയ 20 മാർക്ക്, രാഷ്ട്രപതി ആണെങ്കിൽ 25. ഹയർ സെക്കൻഡറിയിലാണ് സ്കൗട്ട് ആൻഡ് ഗൈഡിന് കൂടുതൽ, 25, 40, 50 എന്ന രീതിയിൽ കൂടുതൽ വന്നിട്ടുണ്ട്. ഇനി NSS ഹയർ സെക്കൻഡറിയിലാണുള്ളത്. റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് അവർ വോളണ്ടിയേഴ്സ്, അങ്ങനെ പങ്കെടുത്ത വോളണ്ടിയേഴ്സിന് 40 മാർക്കുണ്ട്. ദേശീയ തലത്തിൽ ക്യാമ്പുകൾ പങ്കെടുത്ത, അതായത് നാഷണൽ ലെവൽ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് 25 മാർക്കുണ്ട്. NSS ജസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് 20 മാർക്ക്. അതാണ് നല്ല കുറവാണ്. NSS പങ്കാളിത്തത്തിന് 20 മാർക്കേ ഉള്ളൂ. ഹയർ സെക്കൻഡറിയിലെ NSS പങ്കാളിത്തത്തിന് 20 മാർക്കേ ഉള്ളൂ. ഇതിനേക്കാൾ സ്കൗട്ട് ആൻഡ് ഗൈഡ് പങ്കാളിത്തത്തിനാണ് കൂടുതൽ മാർക്ക്. സ്കൗട്ട് ആൻഡ് ഗൈഡ് CM ഷീൽഡ് കിട്ടിയാൽ 40 മാർക്കുണ്ട്. NSSൻ്റെ പങ്കാളിത്തത്തിന് 20 ഉള്ളൂ. ഇത് കുറവ് പോലെ എനിക്ക് വ്യക്തിപരമായി തോന്നുന്നു. പക്ഷേ ഇത് അതോറിറ്റി തീരുമാനിച്ചതാണ്. അതിനെതിരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരുപാട് പോയിൻറ്റ്സ് പരിഗണിച്ചിട്ടായിരിക്കും ഈ മാർക്കൊക്കെ ഫിക്സ് ചെയ്യുന്നത്. നമുക്കൊന്നും പരാതിയൊന്നും പറയാൻ പറ്റില്ല, പറയുന്നുമില്ല. പക്ഷേ എനിക്ക് NSSൻ്റെ കുട്ടികൾ ചെയ്യുന്ന വർക്ക് വെച്ച് നോക്കുമ്പോൾ ഇത് കുറവായിട്ട് എനിക്ക് തോന്നി. ലിറ്റിൽ കൈറ്റ്സിന് 15 മാർക്കുണ്ട്. ലിറ്റിൽ കൈറ്റ്സിന് 15 മാർക്കാണുള്ളത്. 10ാം ക്ലാസ്സിലാണ് ഇതുള്ളത്. ജവഹർലാൽ നെഹ്റു നാഷണൽ എക്സിബിഷന് 25 പങ്കെടുത്തവർക്ക് 25 മാർക്കുണ്ട്. ബാലശ്രീ അവാർഡ് വിജയിക്ക് 15 മാർക്ക്. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ക്യൂസ് കോമ്പറ്റീഷന് ഫസ്റ്റ് വിന്നർ ടീമിന് 5 മാർക്ക്, സെക്കൻഡ് വിന്നർ ടീം 3 മാർക്ക്. അതുപോലെ സർഗോത്സവം A ഗ്രേഡ് 15, B ഗ്രേഡ് 10 മാർക്ക്. സദേൺ ഇന്ത്യ സയൻസ് ഫെയർ ആദ്യ 3 സ്ഥാനക്കാർക്ക് 22 മാർക്കുണ്ട്. ഇതേപോലെ സ്പോർട്സ് അന്തർദേശീയ മത്സരങ്ങളിൽ 1ാം സ്ഥാനം
സ്ഥാനം നേടുന്നവർക്ക്, ഇൻ്റർനാഷണൽ സ്പോർട്സിൽ പങ്കെടുക്കുന്നവർക്ക് 100 മാർക്ക്, അന്തർദേശീയ ഇൻ്റർനാഷണൽ പങ്കെടുത്ത് ഫസ്റ്റ് വാങ്ങുന്നവർക്ക് 100 മാർക്ക്, ഇൻ്റർനാഷണൽ മത്സരങ്ങൾ സെക്കൻഡ് വാങ്ങുന്നവർക്ക് 90 മാർക്ക്, ഇൻ്റർനാഷണൽ മത്സരം തേർഡ് വാങ്ങുന്നവർക്ക് 80 മാർക്ക്. ഇൻ്റർനാഷണൽ ആണെന്ന് ഓർക്കണേ. അതുപോലെ അന്തർദേശീയ മത്സരങ്ങൾ പങ്കെടുക്കുന്നവർക്ക് ജസ്റ്റ് പാർട്ടിസിപ്പേഷന് 75 മാർക്കുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് 75, പിന്നെ 80, 90, 100 ഇങ്ങനെയുണ്ട്. അത് വളരെ അപൂർവമാണ് കിട്ടുക. നാഷണൽ ലെവൽ വരുമ്പോൾ ദേശീയ മത്സരങ്ങൾ 1-ാം സ്ഥാനം 50, 2-ാം സ്ഥാനം 45 മാർക്ക്, 3-ാം സ്ഥാനം 40 മാർക്ക്, നാഷണൽ ലെവൽ പങ്കെടുക്കുന്നവർക്ക് 35. അതൊക്കെ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ട് എത്തുന്ന കുട്ടികളാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന കായിക മത്സരങ്ങളിൽ നൽകുന്ന ഗ്രേസ് മാർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്നതാണ്. 1-ാം സ്ഥാനം 20, 2-ാം സ്ഥാനം 17, 3-ാം സ്ഥാനം 14 മാർക്ക്, 4-ാം സ്ഥാനം 10 മാർക്ക്, 5-ാം സ്ഥാനം 8 മാർക്ക്, 6-ാം സ്ഥാനം 6 മാർക്ക്, 7-ാം സ്ഥാനം 4 മാർക്ക്, 8-ാം സ്ഥാനം 2 മാർക്ക്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച അസോസിയേഷനുകൾ നടത്തുന്ന കായിക മത്സരങ്ങളിൽ നൽകുന്ന ഗ്രേസ് മാർക്ക് 1-ാം സ്ഥാനം 20, 2-ാം സ്ഥാനം 17, 3-ാം സ്ഥാനം 14 മാർക്ക്, 4-ാം സ്ഥാനം 10 മാർക്ക്. NCCക്ക് റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് 40 മാർക്ക് പറയുന്നുണ്ട്. പിന്നെ താഴോട്ട് NCCയുടെ 30 മാർക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ BLC ട്രാക്കിംഗ്, പ്രീ RDC അറ്റാച്ച്മെൻറ്റ്, ഇങ്ങനെ കുറേ വിഭാഗങ്ങൾ ഇവിടെ സെപ്പറേറ്റ് പറയുന്നുണ്ട്. 75% അതിൽ കൂടുതലോ പരേഡ് അറ്റൻഡൻസ് ഒക്കെ പറഞ്ഞാൽ അവർക്ക് 20 മാർക്കാണ്. അതായത് മിനിമം NCCക്ക് 20 വരുന്നത്. അതുപോലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം A ഗ്രേഡ് 25 മാർക്ക്, B ഗ്രേഡ് 15 മാർക്ക്, C ഗ്രേഡ് 10 മാർക്ക്, ഇങ്ങനെയാണ്. ഇതിന് ചില വ്യവസ്ഥകളും പറയുന്നുണ്ട്. അതായത് ഈ ഗ്രേസ് മാർക്കൊക്കെ കിട്ടുന്നതിൻ്റെ വ്യവസ്ഥ, 8-ാം ക്ലാസ്സിലോ 9-ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ സംസ്ഥാനതല സ്കൂൾ കലോത്സവത്തിലോ ശാസ്ത്രോത്സവത്തിലോ പങ്കെടുത്ത് ലഭിക്കുന്ന ഉയർന്ന ഗ്രേഡ് ഗ്രേസ് മാർക്കിന് പരിഗണിക്കാമെങ്കിൽ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കണമെന്നില്ല. പകരം റവന്യൂ ജില്ലാ മത്സരത്തിൽ അതേ ഇനത്തിൽ A ഗ്രേഡ് ലഭിച്ചാൽ മതിയാകും. അതായത് 8, 9 കിട്ടുകയും അതേസമയം 10-ാം ക്ലാസ്സിൽ റവന്യൂ ജില്ലയിലെങ്കിലും എത്തുകയും വേണം. 8-ാം ക്ലാസ്സിലോ 9-ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ സ്പോർട്സിന് ലഭിച്ച സംസ്ഥാന മെറിറ്റ്, ദേശീയ മെറിറ്റ് പാർട്ടിസിപ്പേഷൻ, അന്തർദേശീയ മെറിറ്റ് പാർട്ടിസിപ്പേഷൻ എന്നീ സർട്ടിഫിക്കറ്റുകൾക്ക് 10-ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതിന് താഴെ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതാണെന്നിട്ട് വീണ്ടും കണ്ടീഷൻസ് വന്നിട്ടുണ്ട്. 8-ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വെച്ചാണ് ഗ്രേസ് മാർക്കിന് അപേക്ഷിക്കുന്നതെങ്കിൽ 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ കുറഞ്ഞത് ജില്ലാ മത്സരങ്ങളെങ്കിലും പങ്കെടുത്ത സർട്ടിഫിക്കറ്റ്, അംഗീകൃതം ആയ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണമെന്ന കണ്ടീഷൻസൊക്കെ ഇവിടെയുണ്ട്. അതേപോലെ തന്നെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ ഗ്രേസ് മാർക്ക് പരാമർശത്തിലും ചില കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഗ്രേസ് മാർക്ക് കിട്ടണമെങ്കിൽ ഈ വ്യവസ്ഥകളൊക്കെ വെച്ചിട്ട് മാത്രമേ നമ്മുടെ സ്കൂളിൽ നിന്ന് ഗ്രേസ് മാർക്കിന് അപേക്ഷിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എൻട്രി ചെയ്ത് കൊടുക്കുകയുള്ളൂ. അതൊക്കെ നമുക്കറിയാം. അതായത് ഇങ്ങനെയൊക്കെ കണ്ടീഷൻസൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ഗ്രേസ് മാർക്ക് തരുന്നത്. എന്തായാലും ഗ്രേസ് മാർക്കിൻ്റെ കാര്യം തീരുമാനമായിരിക്കുകയാണ്. വിവിധ ഇനങ്ങൾ പങ്കെടുത്ത ഗ്രേസ് മാർക്കിന് അർഹതയുണ്ടെങ്കിൽ അവയിൽ ഏതിനത്തിലാണോ കൂടുതൽ മാർക്ക് ലഭിക്കുന്ന ആ ഇനത്തിന് ലഭിക്കുന്ന മാർക്ക് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അതായത് ഉദാഹരണം, ഇപ്പോൾ സംസ്ഥാന തലത്തിലെ കലോത്സവത്തിൽ ഒരു കുട്ടി പങ്കെടുത്തു, NCCക്ക് ഒരു കുട്ടിയുണ്ട്. അപ്പോൾ അതിൽ ഏതിനാണോ ഗ്രേസ് മാർക്ക് കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ആ ഒന്നിൻ്റെ ഗ്രേസ് മാർക്ക് കിട്ടും, രണ്ടിൻ്റെയും നമുക്ക് കിട്ടൂല എന്ന്. ഇപ്പോൾ കലോത്സവം, ശാസ്ത്രമേള, സ്പോർട്സിനൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾ സ്കൗട്ട് ആൻഡ് ഗൈഡിനൊക്കെ ഉണ്ടാവും. അപ്പോൾ രണ്ടിൻ്റെയും ഗ്രേസ് മാർക്ക് കിട്ടൂല, ഏതെങ്കിലും 1 മാർക്കേ കിട്ടുള്ളൂ. ഗ്രേസ് മാർക്ക് കുട്ടിക്ക് ഒരിക്കൽ നൽകുന്നതിനാൽ അടുത്ത തലത്തിലേക്കുള്ള അഡ്മിഷന് ഗ്രേസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അധികമായി ഇൻഡെക്സ് മാർക്ക്, ബോണസ് മാർക്ക് നൽകുന്നതല്ല. അതായത് ആദ്യം ഇപ്പോൾ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഗ്രേസ് മാർക്ക് 10-ാം ക്ലാസ് കിട്ടി, പിന്നെ +1 വീണ്ടും ബോണസ് പോയിൻ്റ് കിട്ടൂല എന്ന്. ഒരിക്കൽ ഗ്രേസ് മാർക്ക് കിട്ടിയാൽ പിന്നെ ബോണസ് പോയിൻ്റ് പരിഗണിക്കില്ല. അതേസമയം ഇപ്പോൾ ഗ്രേസ് മാർക്കൊന്നും ഇല്ലാണ്ട് ഫുൾ A+ വാങ്ങിയൊരു കുട്ടി ഉണ്ടാവും. ആ കുട്ടിക്ക് +1 പോകുമ്പോൾ ബോണസ് പോയിൻ്റ് കിട്ടും. അതേസമയം ഗ്രേസ് മാർക്കോട് കൂടി +1 ഫുൾ A+ കിട്ടിയൊരു കുട്ടിക്ക് +1 അഡ്മിഷൻ എടുക്കുമ്പോൾ ഗ്രേസ് മാർക്ക് കിട്ടൂല. അതേപോലെ ഇപ്പോൾ ഒരു +2 ഗ്രേസ് മാർക്കോട് കൂടി ഫുൾ A+ വാങ്ങിയൊരു കുട്ടി കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ബോണസ് പോയിൻ്റ് കിട്ടൂല. അതേസമയം ഗ്രേസ് മാർക്കൊന്നും ഇല്ലാതെ ഫുൾ A+ ഉയർന്ന മാർക്കൊക്കെ വാങ്ങിപ്പോയ കുട്ടിക്ക് കോളേജ് അഡ്മിഷന് ബോണസ് പോയിൻ്റായിട്ട് ഈ ഗ്രേസ് മാർക്കിൻ്റെത് പരിഗണിക്കപ്പെടും. അതായത് ഗ്രേസ് മാർക്കിൽ പ്ലസ് ബോണസ് പോയിൻ്റ് കിട്ടൂല, ഒന്നിക്കൽ ബോണസ് പോയിൻ്റ് അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക്. നമുക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ആവശ്യം അതാണ് തരുക. നമുക്ക് ഉയർന്ന മാർക്ക് കിട്ടാൻ ഫുൾ A+ ഫുൾ മാർക്കൊക്കെ ഫുൾ മാർക്കിന് പരിഗണിക്കൂല, 90% എത്താൻ വേണ്ടി ഗ്രേസ് മാർക്ക് പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ ബോണസ് പോയിൻ്റ് നഷ്ടപ്പെട്ടു എന്നർത്ഥം. അതേസമയം അല്ലാതെ നമ്മൾ സ്വന്തം എഴുതി ഫുൾ A+ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ബോണസ് പോയിൻ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഗ്രേസ് മാർക്കിൻ്റെ വ്യവസ്ഥ പറയുന്നത്.